ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് സദ്യക്കൊക്കെ കഴിക്കുന്ന ഒരു ഇഞ്ചിപ്പുളി, അതായത് പുളിയിഞ്ചി എന്ന് പറയും ചിലയിടത്തൊക്കെ കേട്ടോ. അതിനായിട്ട് ഞാൻ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഓവർ വേണ്ട ഇഞ്ചി, ഇത് നമുക്കൊരു തൊട്ടുകൂട്ടാനാണ്, ഒഴിച്ചെറിയല്ലല്ലോ. അപ്പം ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇഞ്ചി നമുക്ക് ആദ്യം ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ഇഞ്ചിയുടെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി കുനാന്ന് അരിഞ്ഞെടുക്കാം. ചെറിയ തീരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ ഞാനൊരു കാര്യം ചെയ്യുന്നുണ്ട്. ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള വാളൻ പുളി എടുത്തിട്ടുണ്ട്. ചെറു ചൂടുവെള്ളം ഒഴിച്ച് ഞാനിത് കുതിരാൻ വെക്കേണ്ട. പുളിയൊക്കെ നല്ലോണം ഇറങ്ങാൻ വേണ്ടിയാണ് ചെറു ചൂടുവെള്ളം ഒഴിക്കുന്നത്. ഒരു അരമണിക്കൂർ കുതിർത്തി വെക്കാം നമുക്കിനി ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. തീരെ ചെറുതായിട്ട് അരിയണം കേട്ടോ. ഇതിൻ്റെ കൂടെ ഞാനൊരു സന്തോഷവും കൂടി നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് 1K ഫാമിലി ആയി. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും, സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെ വളരെ നന്ദിയുണ്ട്. ഇതേപോലെ ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇഞ്ചി ഞാൻ ചെറുതായിട്ട് തീരെ കുനുകുനായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഇതേപോലെ അരിയാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ വെളിച്ചെണ്ണയിലിട്ട് ഇഞ്ചി വറുത്തുണ്ടോ ഒന്ന് ക്രഷ് ചെയ്തെടുത്തു മതി, മിക്സിയിലിട്ട്. ഇഞ്ചി കടിക്കാനൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇങ്ങനെ അരിഞ്ഞെടുത്താൽ മതി. എല്ലാവരും അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ പച്ചമുളകും ഉള്ളിയും എല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കറിവേപ്പിലും എടുത്തിട്ടുണ്ട്. നമുക്കിനി ചീഞ്ചട്ടി വെക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിക്കാം. നാടൻ കറികളൊക്കെ ഇത്തിരി അധികം വെളിച്ചെണ്ണ കൂടുതൽ ഒഴിക്കണം കേട്ടോ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിരുമ്പോൾ നമുക്ക് അരിഞ്ഞ് ഇഞ്ചി ഇട്ട് കൊടുക്കാം. പച്ചമുളക്, ഉള്ളി, ഇവയെല്ലാം നല്ലോണം ഒന്ന് ഗോൾഡൻ കളറാണ് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ഇഞ്ചി മുള്ളിയൊക്കെ നല്ലോണം മൂത്ത് വരുന്നുണ്ട് കേട്ടോ. തീ കുറച്ചിട്ടോണം നമ്മിങ്ങനെ മൂപ്പിച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞോ ഒരു കയ്പ്പ് ചൊവയുണ്ടാവും. നല്ലോണം മൂത്ത് വരട്ടെ, ഇനി ഗോൾഡൻ കളറായിട്ട് വരട്ടെ കേട്ടോ. ഇഞ്ചി നല്ലോണം മൂത്ത് ഗോൾഡൻ കളറായിട്ടുണ്ട്. നമുക്ക് തീ കുറച്ചിട്ടേ ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് പൊടികളിടാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഇവയെല്ലാം നല്ലോണം ഒന്ന് ഇഞ്ചി ഇട്ട് നല്ലോണം പച്ചമണം മാറുന്നവർ, പൊടിയുടെ പച്ചമണം മാറുന്നവർ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. തീ സൂക്ഷിക്കണം കേട്ടോ, കരിഞ്ഞു പോകാതെ. അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. നേരത്തെ കുതിരാൻ വെച്ചേക്കണ പുളി കുറച്ചും കൂടി വെള്ളം ചേർത്ത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അരിച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ഇത്ര അധികം വേണം കേട്ടോ, പുളി വെള്ളം. ഇത് നല്ലോണം തിളക്കണം. ഈ സമയത്ത് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. നല്ലോണം തിളക്കട്ടെ, തിളച്ച് മറിയട്ടെ. കറി നല്ലോണം തിളക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിത് ഒരു 4 ടേബിൾ സ്പൂൺ ശർക്കര എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെറുതായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്, ഇട്ട് കൊടുക്കാം. ഒരു 2 നുള്ള് ഉലുവാപ്പൊടിയും ഒരല്പം കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കായപ്പൊടി ഇല്ലാത്തതുകൊണ്ട് കട്ടക്കായാണ് ഞാൻ പൊടിച്ചിട്ട് കൊടുത്തത് കേട്ടോ. കായപ്പൊടിയാണ് അത് ഇട്ട് കൊടുത്താൽ മതി. നല്ലോണം ഇത് തിളച്ച് ഒന്ന് കുറുകി വരട്ടെ. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് പുളിയിഞ്ചി ശരിക്കും കുറുകി വന്നിട്ടുണ്ട്. നല്ല കളർ ബ്ലാക്ക് ഉണ്ട്. ഇതാണ് ഇതിൻ്റെ കളറ്, നല്ല ഡാർക്ക് കളറാവും. ശർക്കര എപ്പോഴാണ് ബ്ലാക്ക് ശർക്കര ഉപയോഗിക്കാൻ ശ്രമിക്കണം കേട്ടോ അമ്മ. അപ്പം ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്യണം. ഇത് ചൂടാറും ഇനിയും നല്ല തിക്കാവും. പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. അതേ നല്ലോണം എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് ഞാൻ രുചിച്ച് നോക്കിയിട്ട് ഒരു കലം ഉണ്ടായിരുന്നതാണ്. പകുതിയായി ഇവിടെ മോള് ഇത് കോരി കഴിച്ച്. അപ്പം എല്ലാവരും ഓണത്തിന് പുളിയിഞ്ചി ട്രൈ ചെയ്ത് നോക്കണം. അധികം വലിയ പണിയൊന്നുമില്ല. ഒരു 100 ഗ്രാം ഇഞ്ചിന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് പുളിയിഞ്ചി. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ബായ്.